friends, welcome to my YouTube channel. So in this video നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം ഒരു 20s നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ക്ലിയർ സ്കിൻ ആൻഡ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ തിക്ക് ആൻഡ് സ്ട്രോങ് ഹെയർ ഒക്കെയാണ്. അപ്പോൾ അതും നല്ല യങ്ങായിട്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പരീക്ഷണമാണിത്. ഒരു 1 or 2 month നമുക്കിത് ചെയ്ത് നോക്കാം. എത്ര സക്സസ്ഫുൾ ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ കഴിക്കുന്നത് മുട്ട പുഴുങ്ങിയതും ഏത്തപ്പഴമാണ്. ഇപ്പോൾ ഏത്തപ്പഴം എല്ലാ ദിവസവും കിട്ടില്ല. നമ്മുടെ വീടുകളിൽ സാധാരണ വെള്ള ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും. ലഞ്ചിന് നമ്മൾ ചോറാണ് കഴിക്കുന്നത്. ചോറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ ചീര പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉച്ചയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നമ്മൾ മീനൊക്കെ പറയുന്നുണ്ട്, ചാള അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മീൻ, പിന്നെ മീറ്റും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്നാക്കായിട്ട് ഇടയ്ക്ക് വിചാരിക്കുന്ന ഒരു ലഡ്ഡു ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ലഡ്ഡുവിൻ്റെ റെസിപ്പി നമുക്ക് വീഡിയോയിൽ നമുക്ക് വേറൊരു വീഡിയോ പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മുടിക്ക് ആവശ്യമുള്ള മുടിക്കും സ്കിന്നിനൊക്കെ നല്ലതായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ലഡ്ഡു പോലെ ഉണ്ടാക്കാൻ എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്കതിൻ്റെ പർച്ചേസും കാര്യങ്ങളും എന്തൊക്കെ വേണം. അപ്പം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ ChatGPTയോട് ചോദിച്ചപ്പോൾ ആളായിട്ട് തന്ന റെസിപ്പി നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നു കേട്ടോ. നമുക്കത് ഉണ്ടാക്കി നോക്കാം. ഡിന്നറായിട്ട് നമ്മൾ വിചാരിക്കുന്നത് റാഗി പാലിലൊക്കെ കുറുക്കി, സാധാരണ റാഗി കുറുക്കി കുടിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡയറ്റ് പ്ലാൻ വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ മോർണിംഗ് തന്നെ രാവിലെ തന്നെ നെല്ലിക്കയുടെ വെള്ളം കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ChatGPTയോട് ചോദിച്ചായിരുന്നു നെല്ലിക്ക നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് നല്ലത്. അപ്പോൾ ജ്യൂസായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്നറിയാവോ? അതിൻ്റെ വൈറ്റമിൻ സി ഒക്കെ കുറേ നഷ്ടപ്പെടും അത്രേ ഓരോ ദിവസം കഴിയും തോറും. അപ്പോൾ അവർ പറയുന്ന ഒരു നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് പൗഡറായിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ ഈ പൗഡർ ആക്കാനാണെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫാനിൻ്റെ ഇതിൽ തന്നെ ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്ത് വെക്കാൻ നമുക്കപ്പം നമ്മൾ സ്വന്തമായിട്ടുള്ള നെല്ലിക്ക മേടിച്ച് ഉണക്കി പൊടിക്കാം നമുക്ക് കേട്ടോ. ആ പ്രോസസ്സും കാണിച്ചു തരാവേ. അതുപോലെ തന്നെ നമ്മൾ ലഡ്ഡു ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസും കാണിച്ചു തരാം. അപ്പം ഇതൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ്. എല്ലാവരും നമ്മളെ കൂടെ കൂടുന്നുണ്ടോ ഈ പറയുന്ന? നമുക്ക് നോക്കാം. ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു. ബൈ. ഗോഡ് ബ്ലെസ് യു.